ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നടാ, +1 എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റായിരുന്നു. അതിലുള്ള ഏകദേശം എല്ലാ പോർഷനും കംപ്ലീറ്റ് ആക്കി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അവിടെ നോക്കി നമുക്ക് 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. 2025 ചോദിച്ചതാണേടാ. നോക്കിക്കോളൂ, അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഷെയ്ഡ് റീജിയൻ ഇൻ ദി ഗിവൺ വെൻ ഡയഗ്രം മീൻസ്. നമുക്കൊരു വെൻ ഡയഗ്രം അവിടെ തന്നിട്ടുണ്ടല്ലേ. ഈ വെൻ ഡയഗ്രത്തിൽ എന്താണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത റീജിയൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും ഒരു ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണല്ലേ. നിങ്ങൾക്കറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ റീജിയൻ, ഇത് ഏതാണ് ഈ റീജിയൻ? നമ്മുടെ ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ എയുടെ ഇത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ. ഇതെന്താണ് ഈ റീജിയൻ? A-B. ഏതാണ്ട മക്കളെ, A-B ഉണ്ട്. ഓപ്ഷനിലുണ്ടാ? ഉണ്ട്. ഓപ്ഷൻ ഏതാണ്ട മക്കളെ? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എളുപ്പമല്ലടാ. നെക്സ്റ്റ് നമുക്ക് അടുത്ത് വേണ്ടത് എന്താണ്? എ തന്നിട്ടുണ്ട്. എ ഏതാണ്ട -1 0 1 ആണ്. റൈറ്റ് ഓൾ സബ്ജക്ട്സ് എന്നല്ല, സബ്സെറ്റ് എന്നാണ് കേട്ടോ. ഓൾ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് എ. സെറ്റ് എയുടെ എന്ത് എഴുതണം? സബ്സെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, എഴുതണം. -1 0 1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? A = A എന്ന് പറഞ്ഞാൽ ആരാണ്ട മക്കളെ? -1 0 1 ആണ്. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ് ചോദിച്ചാൽ ഏതൊക്കെയാണ് സബ്സെറ്റ്? ഏതൊക്കെയാണ് സബ്സെറ്റ്? നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഇവിടെ? ഫസ്റ്റ് -1, അടുത്തത് സെറ്റ് 0, സെറ്റ് 1, അടുത്തത് സെറ്റ് -1 0, നെക്സ്റ്റ് 1 സെറ്റ് 0 1, നെക്സ്റ്റ് 1 സെറ്റ് -1 1. ഇനി എല്ലാ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണല്ലേ, -1 0 1. പിന്നെ എല്ലാ സെറ്റിനെയും സബ്സെറ്റ് ആയിട്ട് വരുന്ന സെറ്റാണ് ആര്? 5 നൾ സെറ്റ്. അപ്പോൾ ഇത്രയും സബ്സെറ്റുകൾ നമുക്ക് എന്താണ് ഉണ്ട്. ഓക്കെ, അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ഡാഷ്. എടാ, എ എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ ഇതന്നെ എടുത്തോ, ഞാനൊരു സെറ്റാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് ഞാനാണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ചുറ്റുമുള്ളതാണല്ലേ, ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാൽ ആരായി? അത് യൂണിവേഴ്സൽ സെറ്റായി. ആരായി? യൂണിവേഴ്സൽ സെറ്റായി. ക്ലിയർ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊഴികെ ബാക്കിയുള്ള എല്ലാമാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായി? അതെല്ലാം ആയില്ലേ, അതായത് യൂണിവേഴ്സൽ സെറ്റ് ആയില്ലേ. സോ ആൻസർ എന്താണ് മക്കളെ? യു ആണ്. ഏതാണ്ട യു. യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട മക്കളെ? യൂണിവേഴ്സൽ സെറ്റ്. ഏതാണ്? യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. ആൻസർ എന്താണ്? യു ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്കിവിടെ യു തന്നിട്ടുണ്ട്. യു എത്രയാണ്ടാ? 1 മുതൽ 6 വരെയാണ്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമുക്കിത് പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്കപ്പോൾ അവിടെ ആദ്യം ആരെ വേണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്തായിരിക്കും മക്കളെ? എ 2 3 4 ആണ്, ബി 3 4 6 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എയിൽ 2 എഴുതി, 2ലും 3 ഉണ്ട്, 4 2ലും ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ എ യൂണിയൻ ബി ഏതാണ്ട് മക്കളെ? 2 3 4 6. ഏതാണ്? 2 3 4 6. നെക്സ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടതാണ് എൽ എച്ച് എസ് എന്നാണ്. എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? യു മൈനസ് എ യൂണിയൻ ബി. അപ്പോൾ യു എന്ന് പറഞ്ഞാലാണ് യു. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ആണല്ലേ. അതിൽ നിന്ന് എ യൂണിയൻ ബിയിലുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കണം. നമുക്കത് നോക്കാം. എ യൂണിയൻ ബിയിൽ 2 ഉണ്ടല്ലേ. യു ബി നമ്മൾ ആരെ ഒഴിവാക്കും? 2വിനെ ഒഴിവാക്കി. 3 ഉണ്ട്, 3യെ ഒഴിവാക്കി. 4 ഉണ്ട്, 4നെ ഒഴിവാക്കി. 6 ഉണ്ട്, 6നെയും നമ്മൾ എന്താക്കി? ഒഴിവാക്കി. ഇനി ബാക്കിയുള്ളത് ആരാണ്? 1ഉം 5ഉം. അപ്പോൾ എൽ എച്ച് എസ് ആൻസർ എത്രയാണ്? പറ. 1ഉം പിന്നെ ഏതാണ്? 5ഉം ആണ്. ക്ലിയർ. അപ്പോൾ എൽ എച്ച് എസ് പാർട്ട് എത്രയാണ് ആൻസർ? 1ഉം 5ഉം ആണ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ആർ എച്ച് എസ് പാർട്ടിലേക്ക് പോവാം. ആർ എച്ച് എസ് പാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ആരൊക്കെ വേണം? എ കോംപ്ലിമെൻറ്റ് വേണം, ബി കോംപ്ലിമെൻറ്റ് വേണം അല്ലേ. നമുക്ക് ആദ്യം അടുത്ത ആരെ കണ്ടുപിടിക്കാം? അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? യു മൈനസ് എ അല്ലേ. യുവിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? എയെ ഒഴിവാക്കണം. നമുക്ക് നോക്കാം. എയിലുള്ള ഏതൊക്കെ എലമെൻ്റ് ഉണ്ട്? എയിലുള്ള 2 ഉണ്ട്, ഒഴിവാക്കാം അല്ലേ. 3 ഉണ്ട്, ഒഴിവാക്കാം. 4 ഉണ്ട്, അതിനെ ഒഴിവാക്കാം. ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ ഏതൊക്കെയാണ്? പറഞ്ഞോ. 1 5 6. ഏതാണ് ആൻസർ? 1 5 6. അതുപോലെ ബി കോംപ്ലിമെൻ്റ് എന്നാണ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി ആണ്. എന്നിട്ട് യു മൈനസ് ബി. യുവിൽ നമ്മൾ ആരെ ഒഴിവാക്കണം? ബി എന്ന് പറഞ്ഞ സെറ്റിനെ ഒഴിവാക്കണം അല്ലേ. ബിയിലുള്ള ഏതൊക്കെ എലമെൻ്റ് ആണുള്ളത്? ബിയിൽ 3 4 6 ആണല്ലേ. 3 പോയി, 4 പോയി, 6 പോയി. ബാക്കിയുള്ളത് ആരാണ്ടാ? 1 2 5. ആരാണ്? 1 2 5. ഇനി നമ്മുടെ ആർ എച്ച് എസ് പാർട്ട് നിങ്ങൾ പറഞ്ഞു. ആർ എച്ച് എസ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ആർ എച്ച് എസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അല്ലേ.
എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും എന്താണ് കോമൺ ആയിട്ട് വരുന്നത്? ആരൊക്കെയാണ് എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് വരുന്നത്? ആരൊക്കെയാണ് പറഞ്ഞോട്ടെ? ആരൊക്കെയാണ് ആൻസർ? 1, 5. ഏതാണ് 1ഉം 5ഉം മാത്രമേ എന്തായിട്ടുള്ളൂ? രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയേ, LHS RHS ഈക്വൽ അല്ലേ? LHS ഇതാണ്, RHS ഇതാണ്, രണ്ടും ഈക്വൽ അല്ലേ? സോ അത് കാരണം നമുക്ക് എന്ത് പറയാം? LHS ഈക്വൽ ടു RHS. 2025 ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ? നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. നമ്മളത് യൂണിയൻ ആണെങ്കിൽ നമുക്ക് എന്താ നമുക്കറിയാമല്ലേ? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ആണെങ്കിൽ നമുക്ക് അറിയാതാണത്, അത് യൂണിവേഴ്സൽ സെറ്റ് ആണല്ലേ. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അതിൻ്റെ ആൻസർ? മിക്കവർക്കുള്ളവർക്കും എന്താണ് ആൻസർ കിട്ടിക്കാണും, എന്നാലും നോർമൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരിക? നിങ്ങൾ നോക്കിക്കേ. അപ്പം നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റ് ഏതാണ്ട? എ എന്ന് പറഞ്ഞ സെറ്റ് ഇത് നമ്മളെ യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് കരുതുക. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, ഇത് എ ആണ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് ഇതാണല്ലേ, ഇത്രയും പോർഷനാണ് എ കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ട് ഏതെങ്കിലും പോർഷൻ വരുന്നുണ്ടോ? ഈ മഞ്ഞ എന്താണ് ഞാൻ ഷെയ്ഡ് കൊടുത്തേക്കുന്ന സാധനം, ഇതാണ് എന്ത്? ഇതാണ് എ എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ളതാണ് എന്ത്? എ കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം നമുക്ക് ഉണ്ടോ ഇവിടെ? ഇല്ല. ഇത് ഇത്രയും ഏത് മാറി നിൽക്കുന്നു? എ ആയിട്ട് മാറി നിൽക്കുന്നു. എ കോംപ്ലിമെന്റ് എന്താണ്? അതിന് വെളിയിലായിട്ട് നിൽക്കുന്നു. അല്ലെ, കോമൺ ആയിട്ട് എടുക്കാനായിട്ട് ഒന്നുമില്ല. അതായത് അതിന്റെ ആൻസർ എന്താണ്? അതിന്റെ ആൻസർ, ഇതിന്റെ ആൻസർ 5 ആണ്. 5 എന്ന് പറയുന്നത് മക്കളെ നൾ സെറ്റ്. ഒരുപാട് വട്ടം എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ആണെങ്കിൽ അതെന്താണ് മക്കളെ? അത് യു ആണ്, യൂണിവേഴ്സൽ സെറ്റും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ആണെങ്കിൽ അതെന്താണ്? അത് 5 ആണ്, നൾ സെറ്റ് ആണ്. ഏതാണ്ട് നൾ സെറ്റ്. കോമൺ ആയിട്ട് എടുക്കാനായിട്ട് ഒന്നും എന്താണ് അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ വീണ്ടും 2023 തന്നെ എന്താണ്, 23 അല്ല 24 തന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അത് 24 ചോദിച്ച വേറൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? എ ഇന്റർസെക്ഷൻ എന്താണ്ട? എ കോംപ്ലിമെന്റ്. ഇപ്പോൾ ഉള്ളത് ഏതാണ്ട? ഇപ്പോൾ ഉള്ളതും എന്താണ്? അതുപോലെ തന്നെയാണ്. 24 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. യു എന്താണ്? യു തന്നിട്ടുണ്ട്. യു ഇവിടെ എത്രയാണ് മക്കളെ? യു എന്ന് പറഞ്ഞാൽ 1 മുതൽ എന്താണ് 6 വരെയാണ്. എ ഉണ്ട്, ബി ഉണ്ട്. നമുക്ക് എന്താണ് പ്രൂവ് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. ഇതാണ് ഇവിടെ എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ ആരാണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആരൊക്കെയാണ്? പറഞ്ഞു ആരൊക്കെയാണ്? 2 ഉണ്ട് അല്ലേ, രണ്ടിലും 2 ഉണ്ട്. 3 കോമൺ ആയിട്ടുണ്ട്. 4 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ആൻസർ അപ്പം എന്താണ് ആൻസർ? 2, 3, 4. നമുക്ക് വേണ്ട LHS പാർട്ട് എന്താണ്? LHS പാർട്ട് നമുക്ക് വേണ്ട LHS പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? LHS ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ യു എന്ന് പറഞ്ഞാലാണ് യു എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ആണ് അല്ലേ. 1, 2, 3, 4, 5, 6. അത് നമുക്ക് ആരെ ഒഴിവാക്കണം? എ ഇന്റർസെക്ഷൻ ബി ആയിട്ടുള്ള 2, 3, 4 ഒഴിവാക്കണം അല്ലേ. വളരെ എളുപ്പമാണ്. ആരൊക്കെ ഉണ്ട്? 2 അല്ലേ, 2 അതുപോലെ ഉണ്ട്. 2നെ ഒഴിവാക്കുക. അടുത്തത് 3 ഉണ്ട്, 3 ഒഴിവാക്കുക. അടുത്ത 4 ഉണ്ട്, 4നെ ഒഴിവാക്കുക. നമുക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ ഏതാണ്? ഫൈനൽ ആൻസർ 1, 5, 6. ഇതാണ് എന്ത്? നമ്മുടെ LHS പാർട്ട്. ഇനി നമുക്ക് നമ്മുടെ RHS പാർട്ടിലേക്ക് പോകും. RHS പാർട്ടിൽ നമുക്ക് ആരൊക്കെ വേണം? എ കോംപ്ലിമെന്റ് വേണം, അതുപോലെ ബി കോംപ്ലിമെന്റ് വേണം അല്ലേ. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യു മൈനസ് എ. യുവിൽ നിന്ന് എ പോയാൽ യു ഇതാണ്. അതിൽ എയിലുള്ള എലമെന്റ് ആയിട്ടുള്ള 2ഉം 3ഉം 4ഉം പോയ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1, 5, 6. ഏതാണ്ട് ഏത് കിട്ടും മക്കളെ ആൻസർ? 1, 5, 6. അതെ ബി കോംപ്ലിമെന്റ്. ബിയിലുള്ള എലമെന്റ് ആയിട്ടുള്ള 2, 3, 4, 6നെ കളയുക അല്ലേ. 2 പോയി, 3 പോയി, 4 പോയി, 6 പോയി. ബാക്കിയുള്ളത് ആരാണ്? 1, 5. അങ്ങനെയാണെങ്കിൽ നമ്മുടെ RHS പാർട്ട് എന്താണ്? RHS എന്താണ്? RHS എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്ടാ മക്കളെ? 1, 5, 6 യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ ആരാണത്? 1, 5 അല്ലേ. അപ്പൊ രണ്ടിനെയും കൂടെ ഒറ്റ സെറ്റിനകത്താക്കുമ്പോൾ ആൻസർ 1, 5, 6. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ LHS പാർട്ടും RHS പാർട്ടും സെയിം ആയിട്ട് തന്നെയല്ലേ കിട്ടിയിരിക്കണം? ആണോ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്ടാ? LHS ഈക്വൽ ടു RHS. എടാ മക്കൾ അടുത്ത ദിവസം നോക്കിയേ, വീണ്ടും നമ്മുടെ എന്താണ് 2023 എന്താണ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ചോദിച്ചത് എന്താണ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വീണ്ടും അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചിരിക്കുകയാണ്. എന്താണ്? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ
എ കോംപ്ലിമെന്റ്, എയിലും എ കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? എന്താണ്? ഒരു മണ്ണാങ്കട്ടയിൽ. ആൻസർ എന്താണ്? 5 ആണ്. എന്താണ്? 5. ആൻസർ എന്താണ്? 5. കാണാതെ പിടിച്ചു വെച്ചോ. അതിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയോ. എ എന്താണ് മക്കളെ? എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 6. 6ന്റെ ഫാക്ടർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കോണേ. ഞാൻ 6ൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അവിടെ എ എന്താണ്? 6ന്റെ ഫാക്ടർ, അതായത് 6നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അതൊക്കെയാണ്. നമുക്ക് അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 6നെ പെർഫെക്റ്റ് ആയിട്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് പറ്റുമോ? ഇല്ല. 5 കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് പറ്റുമോ? ഇല്ല. 6 കൊണ്ട് പറ്റുമോ? 6നെ 6 കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ആരെന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ. ഇനി ബി നമുക്ക് വേണം. ബി അല്ലേ? ബി എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. എന്താണ്? ഈവൻ ഇൻറ്റിജർ ആണ്. ഏതാണ്ട് ഈവൻ ഇൻറ്റിജർ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9 എന്ന് പറഞ്ഞ അർത്ഥം 2ഉം 2വിനേക്കാൾ വലുതും 9നേക്കാൾ ചെറുതുമായിട്ടുള്ള ഈവൻ നമ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എഴുതാം. 2 എഴുതാമല്ലോ. 2വിനേക്കാൾ വലുതാണ് അടുത്തത് 4, 6 അല്ലേ? അതുപോലെ അതാണ് 8 എടുക്കാം. ഇത്രയും നമ്പർ അതിനകത്ത് വരുള്ളൂ. അതാണ് ബി എന്ന് പറഞ്ഞാൽ ബി 2, 4, 6, 8. നമ്മുടെ ഈവൻ നമ്പർ നമുക്കറിയാം അല്ലേ? എന്താണ്? 2, 4, 6, 8, 10 അങ്ങനെ പോവും. അപ്പോൾ 2 2നേക്കാൾ വലുതും 9നേക്കാൾ ചെറുതുമായിട്ടുള്ള ഈവൻ നമ്പർ അതൊക്കെയുണ്ട് മക്കളെ. 2, 4, 6, 8. ക്ലിയർ? ഇനി നമുക്ക് അതിനെ വേണ്ട എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആരൊക്കെയുണ്ട്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2 കോമൺ ആണ്. 6 എന്താണ് മക്കളെ? 6 എന്താണ്? കോമൺ ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ആൻസർ. 2ഉം 6. അതാണ് ആര്? എ ഇന്റർസെക്ഷൻ ബി. 7th പാർട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? കാരണം നമ്മളൊരു 1-2 ക്വസ്റ്റ്യൻസ് ഇതേ മോഡൽ എന്ത് ചെയ്തിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ? നമുക്ക് അടുത്ത ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? മാർച്ച് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 23 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും 2 സെറ്റാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? പലർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്. ഭയങ്കര ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വലിയൊരു സെഷനാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് അങ്ങ് ചെയ്തു നോക്കാം. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ എന്താണ്? ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ബി നമുക്ക് എന്താണ്? തൽക്കാലം ബി ഈക്വൽ ടു നമുക്ക് ഒരു കാര്യം ചെയ്യാം, 1, 2, 3 എടുക്കാം. അതിൻ്റെ സബ്സെറ്റ് ആണല്ലോ എ. അപ്പോൾ സബ്സെറ്റായിട്ട് നമുക്ക് ആരെ എടുക്കാം? ഒരു സെറ്റ് 1, 2 എടുക്കാം. ഏതെടുക്കാം? 1, 2 അല്ലേ? ഇതാണല്ലോ സബ്സെറ്റ്. ബിയുടെ സബ്സെറ്റാണ് ആര്? 1, 2. അതായത് ബിയിലുള്ള 1ഉം 2 എവിടെയുണ്ട്? എയിലുണ്ട്. അപ്പോൾ ബിയുടെ സബ്സെറ്റ് ആണ് ഇവിടെ ആര്? എ. നമുക്ക് വേണ്ട എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി അല്ലേ? നിങ്ങളത് എടുത്തു നോക്ക്. എ യൂണിയൻ ബി എടുത്തു നോക്ക്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ആരെ തന്നെ കിട്ടും? 1, 2, 3. അതായത് ബി തന്നെയല്ലേ കിട്ടണത്. ഇതിൻ്റെ ആൻസർ എന്താണ് മക്കളെ? ഇതിൻ്റെ ആൻസർ ബി ആണ്. ഏതാണ്ട് ആൻസർ എന്താണ്? ബി ആണ്. മറന്നു പോവല്ലേ? ഇനി അതിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ആണ്. എക്സ് വെച്ചത് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ 14 റോസ്റ്റർ ഫോം. ഇതിപ്പോൾ എന്ത് ഫോമാണ്? സെറ്റ് ബിൽഡർ ഫോമാണ്. നമുക്ക് എന്തിലോട്ടാക്കണം? റോസ്റ്റർ ഫോം ആക്കണം. അപ്പോൾ എന്ത് നമ്പറാണത്? പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഏതാണ്? പോസിറ്റീവ് ഇൻറ്റിജർ. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ എന്താണ്? 1, 2, 3, 4 എക്സെട്ര ആണ്. അപ്പോൾ ആ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അതെന്താണ്? 40നേക്കാൾ ചെറുതായിരിക്കണം. 1ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കൾ? 1ൻ്റെ സ്ക്വയർ 1 ആണ്. 40നേക്കാൾ ചെറുതല്ലേ? 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അത് 40നേക്കാൾ ചെറുതല്ലേ? 3ൻ്റെ സ്ക്വയർ 9, 40നേക്കാൾ ചെറുത്. 4ൻ്റെ സ്ക്വയർ 16, 40നേക്കാൾ ചെറുത്. 5ൻ്റെ സ്ക്വയർ 25, അത് 40നേക്കാൾ ചെറുത്. 6ൻ്റെ സ്ക്വയർ 36, അത് 40നേക്കാൾ ചെറുത്. 7ൻ്റെ സ്ക്വയർ ആണോ? 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49, 40നേക്കാൾ വലുതായില്ലേ? സോ അതിൻ്റെ ആൻസർ എന്താണ്? ഇതാണ്. ഇത്രയും ആൻസറേ വരുള്ളൂ. 1, 2, 3, 4, 5, 6. ഇനി അടുത്ത രസകരമായൊരു ചോദ്യമാണ് സെറ്റ് 2ൻ്റെ സബ്സെറ്റ് എഴുതാൻ. ആകെ ഒരൊറ്റ എലമെൻ്റ് അല്ലേ ഉള്ളൂ. സെറ്റ് 2ൻ്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ സെറ്റ് 2 തന്നെ ഒരു സബ്സെറ്റാണ്. പിന്നെ 5 എത്രണ്ണേ ഉള്ളൂ? 2 സബ്സെറ്റേ അതിനകത്ത് എന്താണ് ഉള്ളൂ. ക്ലിയർ? അതും എളുപ്പമായി. 9ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ്? യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ യൂണിയൻ ബി നിങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും നിങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യണം. 2 ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് പോകരുത്. ഇത് ചെയ്ത് എത്രത്തോളം പ്രാക്ടീസ് ആവോ അത്രത്തോളം നമുക്ക് എന്താണ് എക്സാമിന് അത് വളരെ എന്താണ് ഈസി ആയിരിക്കും. ഓക്കെ. ഇവിടെ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്യണം. എളുപ്പമാണ്.
എടാ ഇത് എന്തിനാണ് 2026 ക്വസ്റ്റ്യൻ 22 ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3 അല്ലേ, 3നേക്കാൾ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ് പറഞ്ഞു? ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. 1ഉം 2ഉം അല്ലേ, 1ഉം 2ഉം ആണേ. അടുത്തത് അപ്പോൾ അതിന് റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു. അടുത്ത റൈറ്റ് ഓൾ ദി സബ്സെറ്റ് ഓഫ് എയുടെ സബ്സെറ്റ് എഴുതാൻ പറയുന്നത്. എങ്ങനെ എഴുതും നമ്മൾ എയുടെ സബ്സെറ്റ്? ഇവിടെ ആരൊക്കെയാണ് സബ്സെറ്റ്? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏതാണ്ട് മക്കളെ 5. ഇത്രയും സബ്സെറ്റുകൾ എന്താണ് ഉണ്ടാവും. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ചെയ്താണ് ഇന്റർവെലിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ. ഇതാ ഇവിടെ നോക്കി എക്സ് സച്ച് ദാറ്റ്, ഇവിടെ നോക്കി എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എലമെന്റ് ഓഫ് ആർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ മീനിങ് എക്സിന്റെ വാല്യൂ -4നേക്കാൾ വലുതും 5നേക്കാളും 5ഉം 5നേക്കാൾ ചെറുതും. എന്താണ് എക്സിന്റെ വാല്യൂ -4നേക്കാൾ വലുതും 5ഉം 5നേക്കാൾ ചെറുതുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻട്രോൽ ഏതായിരിക്കും? എന്തായാലും -4 അല്ല, അപ്പോൾ എന്താണ് ഓപ്പൺ ബ്രാക്കറ്റ് -4ഉം 5 എന്തായാലും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് 5ഉം ഉണ്ട്. ഓപ്ഷനിലുണ്ടോ? ഇതാ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അത് തന്നെയാണ്. എന്താണ് ഓപ്പൺ ബ്രാക്കറ്റ് -4ഉം ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്താണ് മക്കളെ 5ഉം ആണ്. ക്ലിയർ ആണല്ലോ? അതിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുക. ഇതും 2022 തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്തത് സേ ക്വസ്റ്റ്യൻ ഉള്ളതാണ് കേട്ടോ, സേ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്താണ് നമ്മളെ ഫൈനൽ എക്സാമിന് ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് കണ്ടോ, അവിടുത്തെ അതേ സെയിം ക്വസ്റ്റ്യൻ. അവിടെ മാർച്ചിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തു? ഇമ്പ്രൂവ്മെൻറ്റിന് സെയിം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. അടുത്ത നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പ്രൂഫ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കിയേ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2021 എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നേക്കാൾ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതാണ്ട് പറഞ്ഞോ? 6നേക്കാൾ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതാണ് പറഞ്ഞോ? എ ഈക്വൽ ടു എന്താണ് മക്കളെ? 1 2 3 4 5. 6 വരുമോ? ഇല്ല. ബി എവിടെ എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ 1 2 ആണ്. റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 1 2 ആണ്. അതും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വേണ്ടത് എന്താണ്? നെക്സ്റ്റ് വേണ്ടത് എ മൈനസ് ബി. ഏതാണ്ട എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലുള്ള ഏതെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ബിയിലുള്ള ആരുണ്ട്? 1ഉം 2ഉം ഉണ്ടല്ലേ, അത് ഒഴിവാക്കിയ പിന്നെ ബാക്കി നമുക്ക് ആരെ കിട്ടും? 3 4 5. ഇതാണ് 3 4 5. അപ്പോൾ അതുമായി എ മൈനസ് ബി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? ചെയ്ത് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഈക്വൽ ടു 1 2 3. എ എന്താണ്ട? എ 1 2 3 ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ്. എയുടെ സബ്സെറ്റിൻ്റെ എണ്ണം എത്രയെന്നാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ കാണും. ഒരു സെറ്റിന് n എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് നമ്പർ ഓഫ് സബ്സെറ്റ്. എന്താണ് നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? 2n. അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് പ്രോപ്പർ ചോദിച്ചാലോ, പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചാൽ ആൻസർ എന്താണ്? 2n - 1 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഇവിടെ എന്താണ് നമ്മുടെ എന്താണ് സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 ആണെങ്കിൽ അതിന് നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 എത്രയാണ് ആൻസർ? 8. ഏതാണ്ട് 8. ഓപ്ഷൻ എന്താണ്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനിയാണ് എന്താണ് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഹാവിങ് 2 എലമെൻറ്റ്സ്. 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് നമുക്ക് എഴുതണം. 2 എലമെൻ്റ് ഉള്ള അല്ലേ, അത് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. 2 എലമെൻ്റ് ഉള്ളത്. നമ്മുടെ സെറ്റ് 1 2 3 ആണല്ലോ, അപ്പോൾ നമുക്ക് 1ഉം 2ഉം കൂടെ ചേർത്ത് 1 2, 2ഉം 3ഉം കൂടെ ചേരുമ്പോൾ 2 3, അടുത്ത 1ഉം 3ഉം കൂടെ ചേർത്ത് 1 3. ഇത്രയേ ഉള്ളൂ. ഈ 3 എണ്ണേ ഉള്ളൂ. എന്ത്? 2 എലമെൻ്റ് വെച്ച് വരുന്നത്. എത്ര എണ്ണേ ഉള്ളൂടാ? 3 എണ്ണേ ഉള്ളൂ. ക്ലിയർ? ഏതൊക്കെയാണ്? 1 2 2 3 1 3. 1 വെച്ചുള്ള ചോദിച്ചിരുന്നെങ്കിലോ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. അപ്പോൾ അതിൻ്റെ ആൻസറായി. അടുത്തത് if the given set A is a subset of the universal set U 1 2 3 4 5 6. അതായത് ഇത് യൂണിവേഴ്സൽ സെറ്റും എ എന്തെന്നാണ് പറയുന്നത്? സബ്സെറ്റും ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? കാരണം എയിലുള്ള എലമെൻ്റ് ആയിട്ടുള്ള 1ഉം 2ഉം 3 എവിടെ തന്നെ ഉണ്ട്? യുവിൽ തന്നെ ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? അവിടെ എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്ട്? യു മൈനസ് എ. യുവിൽ നിന്ന് എയിൽ എലമെൻറ്റ് മൈനസ് എ. എയിൽ എലമെൻറ്റ് ആരൊക്കെ ഉണ്ട് ഇവിടെ? എയിലുള്ള എലമെൻ്റ് ആയ 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്. കട്ട് ചെയ്താൽ ബാക്കി നമുക്ക് ആൻസർ എന്താണ്ട? 4 5 6. 2016 മുതൽ
2026 മുതൽ 2021 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്താണ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, ബാക്കി ഇത്രയും ക്വസ്റ്റ്യൻസ് എടുത്ത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യുക സ്വന്തമായിട്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും നമ്മൾ അടുത്തൊരു ക്ലാസ് മിക്കവാറും എന്താണ് ഇനി പ്രീവിയസ് ആയിരിക്കില്ല, നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.